ശരി. ഈ പൗലോസിലേക്ക് രക്ഷപ്പെടുവോ? വല്ല സാധ്യതയുണ്ടോ? പൗലോസോ? എന്താ പൗലോസ്? പൗലോസ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രഹസ്യമൊന്നും പൗലോസിന് അറിയില്ലായിരുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. പൗലോസിന് കാരണം ഇത് അവസാന കാലത്തല്ലേ ഇതൊക്കെ വെളിപ്പെട്ടിട്ടുള്ളൂ. അപ്പസ്തോലന്മാരെ പൗലോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർക്കൊന്നും ഇത് വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് രക്ഷപ്പെടുവോ? രക്ഷപ്പെടണമെങ്കിൽ അവർ വീണ്ടും ഈ ഭൂമിയിൽ വരും രക്ഷപ്പെടാൻ. കാരണം മോശ വരും, മോശ വരണം, കാരണം ഏലിയ വരണം, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഏഷ്യ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ഏഷ്യ വന്നിട്ടുണ്ട്, കാരണം അതും അവസാനം വണ്ടി ഇടിച്ചാണോ മരിച്ചേ പുള്ളി? ദൈവവചനത്തിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? രണ്ടാമത്തെ ഏഷ്യ വന്നിട്ട് ഏഷ്യ വണ്ടി ഇടിച്ചാണോ മരിച്ചേ? അതെ, ദൈവവചനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അതാണ്. ഏഷ്യ രണ്ടാമത് വരും എന്നുള്ളത് ദൈവവചനത്തിൽ എഴുതിയിട്ടില്ലേ? ഇല്ല. ചേട്ടൻ ആ ദൈവവചനത്തില് ഏഷ്യയുടെ പുസ്തകം തുടങ്ങുന്നതിന്റെ അതിന്റെ ആമുഖം സാറ് ഏഷ്യയായിട്ട് വന്നു കഴിഞ്ഞപ്പോ പുള്ളി വണ്ടി ഇടിച്ചാണോ മരിച്ചത്? എങ്ങനെ മരിച്ചത് പുള്ളി? ഞാൻ ചോദിക്കട്ടെ, അതിപ്പോ ചേട്ടന് ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു ക്രൂശിലാണ് മരിച്ചത്? കോളിന്റെ ആദ്യത്തെ സെക്കൻഡിൽ തന്നെ എനിക്കറിയാം നിങ്ങൾ ഈ വിളിക്കുന്നത് ഈ എംബററിന്റെ ചോദ്യം വെച്ചിട്ടാണ്. ഞാനിത് അറിയാതെ അല്ല ഞാൻ ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്തോരം മണ്ടത്തിറങ്ങി പോരും എന്നുള്ളത് നോക്കിയിട്ട് വെറുതെ ഒന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ എംബർ എമാനുവേലായാലും കത്തോലിക്ക, പക്ഷെ 5 വർഷം എംബറിൽ പഠിച്ചിട്ട് നിങ്ങൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കാരണം ബേസിക്കലി 1 വർഷം പോയി ആദ്യത്തെ ക്യാമ്പ് കൂടി തിരിച്ചിറങ്ങി വരുന്നവൻ പറയുന്ന ആ മണ്ഡലത്തിന്റെ ബേസിക് മാത്രമേ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ളൂ. അതാണ് എനിക്ക് സങ്കടം. ഞാൻ എന്തെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് ഞാൻ 2 വർഷം ചോദിച്ചു. ചേട്ടൻ പറഞ്ഞ ഇതിന്റെ അകത്ത് കേട്ടത് തന്നെ ഞാനും പറഞ്ഞു. ചേട്ടൻ അതിന്റെ അകത്ത് ദൈവവചനം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, ഈ വചനമൊക്കെ ഞാൻ വായിച്ചേക്കാം. പക്ഷെ നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്നിലും അമ്മയ്ക്കുള്ള ഇതൊക്കെ അറിയാത്തത് എന്തുകൊണ്ടാണ്? അതെ പറഞ്ഞു. നിങ്ങൾ ഇത്ര നേരം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഒരൊറ്റ സ്പേസിൽ പോലും ദൈവവചനം സാക്ഷ്യം നൽകുന്നില്ല. ഞാൻ ഓരോ വചനം എടുത്ത് വായിച്ചു, ഓരോ വചനം എടുത്ത് ചോദിച്ചു. അപ്പൊ ഇവിടെ ഒക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലാതെ ഈ പറഞ്ഞ കാര്യത്തിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ള കാര്യമാണ് ഈ പറഞ്ഞെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തി ചേർന്ന് തരാൻ പറ്റും. ഏഷ്യ ജനിക്കുമെന്ന് പറഞ്ഞത് ഏതാണെന്ന് പറയാമോ? ഏഷ്യ രണ്ടാമത് ജനിക്കുമെന്ന് പറഞ്ഞത് എവിടെയാണെന്ന് പറയാമോ? അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അവസാന നാളുകൾ വീണ്ടും ദർശിക്കും, അവസാന നാളുകൾ ദർശിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? ദൈവവചനത്തില് എവിടെ? പറയൂ, വാക്യം പറയൂ. ഞാൻ എന്റെ കയ്യിൽ ബൈബിൾ ഇരിക്കുക, ഏഷ്യ പ്രവാചനം ഇരിക്കുക. അതെ പറഞ്ഞോളൂ. 61 ആണോ നിങ്ങൾ പറയുന്നത്? ഏഷ്യ 61 ഉദ്ദേശിക്കുന്നത്? 55 വചനത്തിലാണ്. ഏഷ്യ 61 അധ്യായമാണ് ഉദ്ദേശിക്കുന്നത്. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ സദ്വാർത്ത അറിയിക്കുന്നത് അല്ലാതെ അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അല്ലാതെ തന്നെ ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? വാക്യം പറഞ്ഞോളൂ, ഞാൻ വായിക്കാം. ഇനി അത് വീണ്ടും ശരീരം ധരിച്ചു വരുന്നു എന്നുള്ളതിന് വേറെ തെളിവ് വരേണ്ടി വരും. ഈ ഒരൊറ്റ വാക്യം പോരായിരിക്കും അവിടെ. എങ്ങനെ ശരീരം ധരിച്ച്? ഏഷ്യ വീണ്ടും ഭൂമിയിൽ വീണ്ടും ജനിക്കും. 2ാം ജനനം എന്ന് പറയുന്ന ഒരു സംഭവം ബൈബിളില് വീണ്ടും ജനിക്കും, ഏഷ്യ ജനിക്കും എന്നുള്ള സംഭവം എനിക്ക് കാണിച്ചു തരണം. ഏഷ്യ ജഡശരീരത്തിൽ വീണ്ടും വരുമെന്ന്. യേശു വീണ്ടും ശരീരത്തിൽ വരും എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാൻ പറ്റുമോ? അത് 1 യോഹന്നാൻ 4:5 യേശു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. വരും എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ്. ചേട്ടൻ ഏതാ വിശ്വസിക്കുന്നത്? വരും എന്നാണോ അത് വന്നു കഴിഞ്ഞു എന്നാണ്? ഒന്നുകൂടി വായിച്ചോ. യേശുക്രിസ്തു ശരീരം ഇവിടെ 4:1 മുതലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുകയും പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. അപ്പൊ യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന പറയണം. വരും എന്ന് പറയുന്ന ആത്മാവല്ല, വന്നു എന്ന് പറയുന്ന ആത്മാവ്. വന്നു എന്ന് പറയുന്ന ആത്മാവ്. ഇത് എഴുതുന്നത് യോഹന്നാൻ തന്റെ ലേഖനമായിട്ടാണ് എഴുതുന്നത്, സഭയ്ക്കാണ് എഴുതുന്നത്. അപ്പൊ അത് ആദിമ സഭയോടാണ് പറഞ്ഞത് വന്നു എന്ന് പറയുന്ന ആത്മാവ്. യേശു ശരീരം ധരിച്ചു വന്നു. 2000 വർഷം മുമ്പ് യേശു ശരീരം ധരിച്ചു വന്നു.
യേശു 2000 സ്ത്രീയിൽ വർഷം നിന്ന് മുമ്പ് ജാതനായി. ശരീരം ധരിച്ചാണോ വന്നേ? 2000 വർഷം. അതോ പിന്നെ വചന മാംസം ധരിച്ചാണോ? ആ വചന മാംസമായ ശരീരമായിരുന്നില്ലേ അത്? വചനം മാംസം ധരിക്കാന്ന് പറഞ്ഞാൽ ശരീരം ധരിച്ചു എന്നാണോ പറയാ? ആ വചന മാംസം ധരിച്ച് ശരീരമായിരുന്നില്ലേ? ജലശരീരമായിരുന്നില്ലേ? പിന്നെന്തായിരുന്നു അത്? ദൈവത്തിൽ നിന്ന് വന്ന വചനമാണ് മാംസം ധരിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ വചനം മാംസം ധരിച്ചു എന്ന് പറഞ്ഞാൽ മാംസം ശരീരം തമ്മിൽ രണ്ടാണോ? വെവ്വേറെയാണോ? വേറെന്തെങ്കിലും ആണോ? ഞാൻ ഇവിടെ ഓരോ ദൈവം സൃഷ്ടി നടത്തിയത് മുഴുവൻ വചനം വഴിയാണ്. അതെ, വചനം മാംസം ധരിച്ചു വന്നു എന്ന് പറയുന്നത് അത് ശരീരമല്ലേ? ശരീരമല്ലാതെ വേറെന്തെങ്കിലും ആണോ? ഈ മാംസം എന്ന് പറയുന്നത് ശരീരമല്ലേ? അതെ, ശരീരത്തിന് അതാ ആ ശരീരം അമ്മ. അപ്പോ ആദ്യത്തെ വരവിൽ യേശു ശരീരം ധരിച്ചല്ലേ വന്നത്? ആദ്യത്തെ വരവിൽ ശരീരം ധരിച്ചാണ് വന്നത്. അപ്പൊ അത് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന ഈ വാക്യം യേശു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണെന്ന് പറയുന്നത് യേശുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചല്ലേ? അതെ. എന്നിട്ട് നിങ്ങളത് രണ്ടാമത്തെ വരവാണെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? ഇവിടെ പറയുന്നു വീണ്ടും എന്നാണ്. വീണ്ടും ശരീരം ധരിച്ച. അപ്പൊ ഒന്ന് പ്രിയപ്പെട്ട എല്ലാ ആത്മാക്കളെയും നിങ്ങൾ 5 വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോ 1-2 മാസം ആയിട്ടുള്ളൂ. വെറുതെ എംബറന്മാരിൽ ചീത്തപ്പേരുണ്ടാക്കരുത്. 5 വർഷം ആയിട്ടില്ല. അതിന്റെ അകത്ത് വീണ്ടും ഇല്ല. ഓക്കെ, സോറി. അത് അപ്പൊ ശരീരം ധരിച്ച് വന്നു എന്ന് ഏറ്റു പറയണല്ലോ. ഞാൻ പറയട്ടെ, ഇതിപ്പോ എഴുതിയിരിക്കുന്നത് തന്നെ യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് ശേഷമാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത്. അല്ലെ? അപ്പൊ ഈ അതിന് ശേഷം പറയുകയാണ് ഇത് വീണ്ടും ശരീരം ധരിച്ചു വന്നു. ശരീരം ധരിച്ചു വന്നു. അതിന് കാരണമുണ്ട്. യേശു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഈ ലേഖനം എഴുതുന്ന കാലത്ത് യേശു ശരീരത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന നോയിസ്റ്റിക് പ്രസ്ഥാനക്കാർ അവിടെ ഉണ്ടായിരുന്നു. യേശു ശരീരത്തിലല്ല വന്നത്, യേശു ആത്മീയ ശരീരത്തിലാണ് വന്നത്, യേശുവിന്റെ കാല് ഭൂമി തൊട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന നോയിസ്റ്റിക് പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എതിരെയാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നതിന്റെ കാരണം തന്നെ നോയിസ്റ്റിക് പ്രസ്ഥാനങ്ങൾക്ക് എതിരെയാണ്. അതാ യോഹന്നാന്റെ ലേഖനം മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ്. അതായത് വന്നില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പൈശാചിക ശക്തിയാണ്. വന്നു എന്ന് പറയുന്നവരാണ് കറക്റ്റ് എന്നുള്ളതാണ് യോഹന്നാനാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം വരവ് ശരീരം ധരിച്ചു വരും എന്നുള്ളതിന് എനിക്കൊരു വാക്യം തരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ അപ്പോസ്തല പ്രവർത്തനത്തില് ഈ 15-ാമത്തെ അധ്യായത്തില് ഈ 51 മുതലുള്ള വാക്യം ഉണ്ടല്ലോ. 40 വാക്യമുള്ളൂ, 41 വാക്യമുള്ളൂ. അതല്ല, ബ്രദർ ആശയം പറഞ്ഞോ, ഞാൻ ആ വചനം പറഞ്ഞുതരാം. ഏതാണ്? നിശ്വരവും ഇതല്ലോ ആകേണ്ടിയിരിക്കുന്നു. എന്റെ ശരീരം മധ്യമായത് അമർത്യവും. 1 കൊരിന്തോസ് 15:50. 1 കൊരിന്തോസ് 15:50. 1 കൊരിന്തോസ് അതന്നെ ഒറ്റ മിനിറ്റ്. അതാ പറ്റി അപ്പോസ്തലപ്രവർത്തനമല്ല. 1 കൊരിന്തോസ് 15:51 53. അപ്പൊ അതില് നശ്വരമായത് അനശ്വരവും ആകേണ്ടിയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിപ്പോ സംഭവിക്കേണ്ട കാര്യമാണെന്നാ പറയുന്നത്. അത് എപ്പോഴാ സംഭവിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഇത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരാണ്. അത് അവസാന കാഹളം മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന സകല മനുഷ്യർക്കും ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവരാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സകല മനുഷ്യർക്കും, റാപ്ചർ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സകല മനുഷ്യർക്കുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് നിങ്ങൾ യേശുവിന്റെ ശരീരത്തിൽ വന്നു എന്നുള്ള സംഭവത്തിന് എന്താണ് കാണിക്കുന്നത്? അത് സ്വർഗത്തിൽ ചെന്നതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണോ പറഞ്ഞത് ബ്രദറെ? ഇത് യേശുവിന്റെ ശരീരം, യേശു ശരീരത്തിൽ രണ്ടാമത് വരും എന്നുള്ളതിനാണ് ഞാൻ തെളിവ് ചോദിക്കുന്നത്. അതിനാണ് ബ്രദർ ഈ വാക്യം എടുത്തത്. ഇതെങ്ങനെ യേശുവിന്റെ രണ്ടാം വരവിൽ ശരീരമായിട്ട് വരുന്നു എന്നുള്ളത് എനിക്ക് കാണിച്ചു. അതെ, ഇത് യേശുക്രിസ്തു വന്നു കഴിയുമ്പോഴാണല്ലോ ഇത് സംഭവം നമുക്ക് ലഭിക്കുന്നത്. കാരണം നശ്വരമായത് അനശ്വരവും. അത് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അപ്പം അത് ഈ ഭൂമിയിൽ വെച്ച് സംഭവിച്ചു കഴിയുമ്പോൾ യേശു ശരീരത്തിൽ വരും എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരൂ. രണ്ടാമത് യേശു വരുന്നത് ശരീരത്തിലാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ക്ലിയർ അല്ല. ബ്രദർ നശ്വരമായത് അനശ്വരവും അനശ്വരമായ ആ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ക്ലിയർ ആവത്തില്ലല്ലോ. അവിടെ യേശുക്രിസ്തു രണ്ടാമത് വരുന്നതിനെ പറ്റിയാ. അത് വെളിപാട് പുസ്തകത്തില് നേരത്തെ പറഞ്ഞില്ലേ, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അത് പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഈ വെളിപാട് പുസ്തകം എപ്പോഴത്തേക്ക് വേണ്ടി എഴുതപ്പെട്ടതാ? അവസാന കാലത്തേക്ക് എഴുതപ്പെട്ടതാണോ? അതെ. അപ്പൊ അതിന്റെ അകത്ത് പരിശുദ്ധ അമ്മ ഗർഭിണിയായിരുന്നു എന്ന് കാണപ്പെടുന്നു. അപ്പൊ ആ അമ്മ ഗർഭം ധരിച്ച് ആ പുത്രനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അമ്മ രണ്ടാമത് വീണ്ടും ഗർഭം ധരിച്ചു.
ഗർഭം ധരിച്ചു എന്നാണല്ലോ വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന. ഈ പുത്രനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ മുരിയാടുള്ള മാതാവ് പ്രസവിച്ചിട്ട് ഇപ്പൊ മരുഭൂമിയിലാണോ? ഇപ്പൊ എവിടെയാ? ഞാൻ ചോദിക്കട്ടെ, അതിപ്പോ ബ്രദറുടെ അടുത്ത് ഞാൻ ആ കാര്യങ്ങളൊന്നും ഞാൻ സംബന്ധിച്ചു. ഞാനിപ്പോ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മുഴുവൻ പറയുന്നത് എംബററിലെ പഠനമുള്ളൂ. അപ്പൊ നിങ്ങളതും പറയാൻ ഞാൻ ചോദിക്കട്ടെ, അത് ചേട്ടൻ ആ കാഴ്ചപ്പാട് വെച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ അത്. ഈ വെളിപ്പാട് 12 പറയുന്നത് മാതാവ് പോലും അല്ലല്ലോ, പിന്നെ നിങ്ങളത് മാതാവ് ആക്കിയാലല്ലേ പ്രശ്നം വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ മാതാവിന്റെ ഫോട്ടോയാണല്ലോ വേളാങ്കണ്ണിയിൽ ഇരിക്കുന്നതും അല്ലേ? മാതാവിന്റെ ഒരു ഫോട്ടോ ഇല്ല. മാതാവിന്റെ ഒരു ഫോട്ടോ വേളാങ്കണ്ണിയിൽ ഒരു സ്ഥലത്തും ഇല്ല. യേശുവിന്റെ അമ്മ മാതാവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പടങ്ങളൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ട് അത് മാതാവ് എന്ന് പറഞ്ഞാൽ ഒന്ന് അംഗീകരിക്കേണ്ട കാര്യം എനിക്കില്ല. ഏതെങ്കിലും സ്ത്രീകളുടെ ഫോട്ടോ വരച്ചു വെച്ചിട്ട് ഇത് മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഞാൻ പൊട്ടനാട്ടേക്കാം. ഞാൻ ചേട്ടൻ മാതാവിനെങ്കിലും ചേട്ടൻ അംഗീകരിക്കുന്നുണ്ടോ? പരിശുദ്ധ മാതാവിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. യേശുവിന്റെ അമ്മയായിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീ ആയിട്ട്, ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ മണ്ടത്തരമൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ദൈവമാണെന്നും ട്രിനിറ്റിയിലുള്ളതാണെന്നും ലില്ലിത്തിനെ സൃഷ്ടിച്ചു എന്നും ഇതൊന്നിനും തെളിവില്ല. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യത്തിന് ഇന്നും ഒരു തെളിവ് വെച്ചില്ല. ഇത്രയും നേരം ഞാൻ ഇന്ന് ചോദിച്ചിട്ട് ഇപ്പൊ സമയം എത്ര മിനിറ്റായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്? 43 മിനിറ്റായി. ഈ 43 മിനിറ്റില് ഒരു വാക്യം പോലും അടിസ്ഥാനത്തിൽ ഞാൻ ഏത് ദൈവവചനം നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഒരൊറ്റ വചനത്തിന്റെ അടിസ്ഥാനം പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ അമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നുവെങ്കിൽ പരിശുദ്ധ യേശു ക്രിസ്തുവിന് എങ്ങനെ പാപമില്ലാതിരിക്കാൻ കഴിയും? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ പരിശുദ്ധൻ എങ്ങനെയുണ്ടാവുക ചോദിച്ചത്. ഏതോ വാക്യം പറഞ്ഞു. എല്ലാം വചനാടിസ്ഥാനത്തിലാണ് ബ്രദർ പറയണെന്ന് പറയും. പക്ഷെ വചനമൊന്നും പറയില്ല. പിന്നെ ഞാൻ വചനം തപ്പിയെടുത്ത് കൊണ്ട് തരണം. ഇന്ന വചനമാണ് ഉദ്ദേശിച്ചത്. ഇല്ല, ഞാൻ അതല്ല. ഈ പറഞ്ഞ യോഹന്നാന്റെ കാര്യത്തിൽ പോലും യോഹന്നാനെ കുറിച്ച് മറ്റേ ദൈവവചനത്തിൽ പറയുന്നു അവര് പ്രായം കവിഞ്ഞവരാണെന്നും അങ്ങനെ പ്രായം കഴിഞ്ഞ് അവർക്ക് ഏലിയായ്ക്കും മറ്റേ ഇവർക്ക് ലഭിച്ച മകനാണ് ഏശയല്ല മറ്റേ യോഹന്നാൻ അല്ലേ? അപ്പൊ അതും ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചതല്ലേ? അപ്പൊ യോഹന്നാനും ഇനി ദൈവമാണോ? ദൈവമാണെന്നല്ല ഞാൻ പറഞ്ഞു. ദൈവമാനത്തിൽ ദൈവം തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് വെച്ച് പറയുന്നു. ഇത് ബ്രദർ പറയുന്നു സ്ത്രീ ഒരു യേശുക്രിസ്തുവിന്റെ അമ്മ ഒരു സാധാരണ സ്ത്രീയാണെന്ന്. പറഞ്ഞ യേശുക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നല്ലല്ലോ അവിടെ കാണുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നല്ല കാണുന്നത്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ദൂതം വന്നേച്ച് പറഞ്ഞെന്താ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാനിരിക്കുന്ന ശിശു പരിശുദ്ധനെന്ന് വിളിക്കപ്പെടും. അപ്പൊ അത് അതേ പറഞ്ഞു. അതാണ് യോഹന്നാന്റെ സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. യേശു ശരീരം ധരിച്ചു വന്നു, വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചു, ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ശരിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പുറത്തെ കുറെ വചനം കിടക്കാണല്ലോ. അമ്മക്ക് ഈ ഗർഭം ധരിക്കണമെങ്കിൽ സാധാരണ ഒരു സ്ത്രീക്ക് ഏതെങ്കിലും പുരുഷനിൽ നിന്നാണോ അമ്മ ഗർഭം ധരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എത്രയോ ഈ ഭൂമിയിൽ എന്തോ ഒരു സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകൾക്കൊന്നും വചനം മാംസം ധരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? വേറെ ഒരു സ്ത്രീകൾക്കും വചനം സ്വീകരിക്കാൻ കഴിയാത്ത പോയത് എന്താ? അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധ അമ്മയിൽ സ്വീകരിക്കണം എന്നില്ലല്ലോ, വേറെ ഇനിയും സ്വീകരിക്കാലോ. ആ മാതാവ് സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് എല്ലാവരും ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടുന്നത്. അതായത് യേശു ആ മാതാവ് പറഞ്ഞു. അപ്പൊ പരിശുദ്ധ അമ്മ സാധാരണ സ്ത്രീ അല്ലാന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ? ഈ പരിശുദ്ധ അവിടെ വന്നില്ലല്ലോ. സാധാരണ സ്ത്രീ അല്ലാന്നുള്ളൊരു ആശയം അവിടെ ഇല്ല. അതായത് ഞാൻ ചോദിക്കട്ടെ, കേൾക്കൂ, പൗലോസ് ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചത് കൊണ്ടാണ് ലോകം മുഴുവൻ പൗലോസിനെ അറിയപ്പെടുന്നത്. പത്രോസ് യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചതുകൊണ്ടാണ് പത്രോസിനെ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നത്. യൂദാസ് യേശുവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് ലോകം മുഴുവൻ യൂദാസിനെ തള്ളിക്കളയുന്നത്. എന്നാൽ ഈ യൂദാസിനെ അറിയുന്നുണ്ട്. മാതാവ് ഇതുപോലെ തന്നെ പരിശുദ്ധ മറിയം യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ്, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുകൊണ്ടാണ് മാതാവ് ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടാനുള്ള ഒരു നാമത്തിലേക്ക് വരുന്നത്. അതല്ലാതെ ആദിയിൽ മാതാവ് ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവില്ല. അത് ബൈബിളിന്റെ എല്ലാ പഠിപ്പിക്കലും ആയിരക്കണക്കിന് വചനങ്ങൾക്കെതിരാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങളിപ്പോ ഈ പറയുന്ന എല്ലാ ആശയവും ബൈബിളിൽ ദിനത്തിലാണ് പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടതെന്ന് പറയുന്നു. ഇവിടെ ഈ പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ മാതാവിന്റെയും എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യൂ? രക്ഷ പ്രാപിക്കോ? പത്രോസ് രക്ഷ പ്രാപിക്കോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഭൂമിയിൽ വീണ്ടും ജനിക്കണം. പത്രോസും പൗലോസിനൊക്കെ, പൗലോസും പത്രോസും ഒക്കെ ഈ വീണ്ടും ജനിക്കണം രക്ഷ പ്രാപിക്കണമെങ്കിൽ. അപ്പൊ യേശുവിന്റെ രക്ഷ യാതൊരുവിധ ഉപകാരവും വന്നിട്ടില്ല ആദ്യത്തെ വരവിൽ. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നല്ല, അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിന്റെ അവർക്ക് ഞാൻ ചോദിച്ചിട്ട് അവര് ഈ ജീവിച്ചിരിക്കുന്നവരും ഈ ദൈവപുത്രന്റെ സ്വരം കല്ലറയിലുള്ളവരെല്ലാം ഉയർക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സമയത്തിന് മുമ്പെന്നാ പിന്നെ അവർക്ക് അങ്ങ് ഉറപ്പിക്കത്തില്ല. എന്തുകൊണ്ടാണ് മനുഷ്യപുത്രന്റെ സ്വരം ശ്രവിക്കുമ്പോൾ ഇവര് പറഞ്ഞത്? ഞാൻ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നത്. മരിച്ച് കർത്താവിനോട് കൂടി ആയിരിക്കുന്ന അനേക വിശുദ്ധരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കല്ലറയിലുള്ളവർ കർത്താവിന്റെ സ്വരം കേൾക്കുകയും അനേകർ ഉയർത്തെഴുന്നേൽക്കുകയും അവനോടൊപ്പം ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവൻ കല്ലറകളിലേക്ക് ഇറങ്ങി മരിച്ച ആത്മാക്കളോട് ആത്മാവോടുകൂടെ ചെന്ന് സുവിശേഷം പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടപ്പോൾ അനേക ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വാക്യങ്ങളൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പൊ ഇവരൊന്നും കാഹളം കേൾക്കുമ്പോൾ എഴുന്നേക്കാൻ നിൽക്കുന്നതല്ല. ക്രിസ്തുവിനോട് കൂടെ ഇപ്പൊ ഉണ്ട്. ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നവരാണ്. പിന്നെ അവര് വീണ്ടും വന്ന് സ്വർഗത്തിലുണ്ടെന്നാ ക്രിസ്തുവിനോട് കൂടെ ഉണ്ട്. ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ പൗലോസ് അപ്പോസ്തലനും അപ്പോസ്തലന്മാരും വിശുദ്ധരുമായിട്ടുള്ള ഒരു വലിയ സമൂഹം തന്നെയുണ്ട്. അവരൊക്കെ വീണ്ടും താഴേക്ക് വന്ന് പിന്നെയും താഴെ വന്നിരുന്ന് വീണ്ടും കഷ്ടപ്പെട്ട് രക്ഷ പ്രാപിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് യേശുവിന്റെ കാൽവരി ക്രൂശ് ഒന്നിന് യോഗ്യമല്ലാന്ന് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ കാൽവരി ക്രൂശിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ? ഒറ്റ ചോദ്യം, അതുകൊണ്ട് കൂടി അവസാനിപ്പിക്കുക ഞാനിത്. യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിതനായതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ? ആ പാപമോചനത്തിന്റെ രക്ഷ. ഏത് പാപമോചനത്തിന്റെ? നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം ഏറ്റുപറഞ്ഞ് ദൈവസമക്ഷം നമ്മൾ ഏറ്റുപറഞ്ഞു. പിന്നെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും കൂടെ താഴോട്ട് വരേണ്ട ആവശ്യം എന്നാ? വീണ്ടും രണ്ടാമത് വീണ്ടും താഴേക്ക് വരേണ്ട ആവശ്യം എന്നാ? രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ് രക്ഷ പൂർണ്ണമല്ല എന്നുള്ള പറഞ്ഞ്, രക്ഷ പറഞ്ഞെങ്കിൽ പൗലോസ് വീണ്ടും വരണം എന്നുള്ള പറഞ്ഞ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം യേശുക്രിസ്തു പൂർണ്ണ രക്ഷ കൊടുത്തോ? പൂർണ്ണ രക്ഷ കൊടുത്തെങ്കിൽ വീണ്ടും ഒരു മനുഷ്യൻ മരിക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ പാപം പൂർണ്ണമായും യേശുക്രിസ്തു ഏറ്റെടുത്ത് യേശുക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചേട്ടൻ മരിക്കേണ്ട കാര്യമുണ്ടോ? മരിച്ചു. ഞാൻ ചോദിക്കട്ടെ, പൂർണ്ണ രക്ഷ കൊടുത്തോന്നാ ഞാൻ ചോദിച്ചത്. പൂർണ്ണമായ രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാപം പൂർണ്ണമായ രക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ മരിക്കാൻ പാടില്ല. മരിക്കാൻ പാടില്ല. ജീവിക്കണം. കാരണം ഏതൻ തോട്ടത്തിൽ വെച്ച് പഴം ഭക്ഷിച്ചപ്പോഴാണ് രോഗവും മരണവും ജീർണതയും മനുഷ്യരിലേക്ക് കടന്നു. അതുവരെ അവർ ഭക്തരായിരുന്നു. അവർ അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ല. ഏതോട്ടത്തിൽ വെച്ച്? ഇല്ല, അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞിട്ടല്ലേ നഗ്നനാണെന്ന് പറഞ്ഞേ? പാപം ചെയ്ത പിന്നല്ലേ നഗ്നനാണെന്ന് പറഞ്ഞേ? നഗ്നരാണെന്ന് അവർ അന്നേരമാണ് ഈ പാപത്തെ കുറിച്ചുള്ള ബോധ്യം അവരിലേക്ക് വന്നത്. പാപം വന്നത്. അല്ല ചോദിച്ചത്, ഞാൻ ഇനി മരിക്കരുത് എന്ന് പറഞ്ഞു ചോദിച്ചത്, കൺഫേം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കാൽവരി ക്രൂശിൽ രക്ഷ പൂർണ്ണമല്ല എന്നുള്ളതും കൂടി സമ്മതിച്ചുള്ളൂ അല്ലേ? അതുകൊണ്ടാണല്ലോ ദൈവത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഉദ്ദേശത്തിലേ ഉള്ളൂ. എംബർ എമ്മാനുവൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്, ഈ കൾട്ട് സഭ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. അത്ര എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെല്ലാം ഏകദേശമായിട്ടുണ്ട്. യേശുവിന്റെ രക്ഷ പൂർണ്ണമല്ല, മാതാവ് ദൈവമാണ്, ട്രിനിറ്റിയിലെല്ലാം വിശ്വസിക്കുന്ന ഈ കഥകളെല്ലാം ഏതാണ്ട് വന്നിട്ടുണ്ട്. ആദ്യ വരവില് പൂർണ്ണ രക്ഷ വന്നു. പിന്നെ യേശുക്രിസ്തു പിന്നെ വീണ്ടും പൂർണ്ണ രക്ഷ വന്നൂന്നേ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനും പത്രോസും എല്ലാവരും ദൈവരാജ്യത്തിലുണ്ട്. എനിക്ക് 100% ഉറപ്പാണ്. വാക്യം വേണോ? എങ്ങനെ പൂർണ്ണ രക്ഷ കിട്ടിയെന്നോ? പൂർണ്ണ രക്ഷ കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഇത് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും വലിയ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്ത്യാനിയാണ് ഞാൻ വീണ്ടും വരും എന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കും. ഭൂമിയിലായിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ, ആകാംക്ഷയോടെ ഭൂമിയിലായിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ, രക്ഷയ്ക്ക് വേണ്ടി ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന, ആകാംക്ഷാപൂർവ്വം രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ, അതായത് ജീവിച്ചിരിക്കുന്നവർ ദൈവരാജ്യത്തിലെത്തുന്ന ഒരു സമയമുണ്ട്. അതിലേക്ക് വേണ്ടി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവര്. അപ്പം ഈ മരിച്ചവർക്ക് പുനരുദ്ധാനവും ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആർക്കുള്ള? ഈ പുനരുദ്ധാനം ആർക്കോ എഴുതി വെച്ചിരിക്കുന്നത്? ഇപ്പൊ ജീവിച്ചിരിക്കുന്നവര് കർത്താവിന്റെ വരവെങ്കിലും മാറ്റും, ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. രൂപാന്തരീകരണം. അപ്പൊ ഈ പുനരുദ്ധാനം ആർക്കും വെച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ പുനരുദ്ധാനം? ഏത് വാക്യം പറഞ്ഞു? ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരീകരണവും മരിച്ചവർക്ക് പുനരുദ്ധാനവും എന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഏത് വാക്യം വാക്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വാക്യം ഞാനിപ്പോ കറക്റ്റ് അത് ഞാൻ കറക്റ്റ് നമ്മുടെ തന്നെ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ വേണമെങ്കിൽ
പറയാൻ കറക്റ്റ് വചനം ഏതാണ്. പക്ഷെ ഈ വചനം ഉണ്ടോ? ഏത് വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. വചനം ഉണ്ടോന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വാക്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ആശയം എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കുക, ബ്രദറിന് ഇങ്ങനെ ഒരു വചനം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിന്റെ രക്ഷ പൂർണ്ണമാണ്, ഇനി അതിന്റെ അപ്പുറത്ത് വേറെ രക്ഷയൊന്നുമില്ല. യേശുവിൽ വിശ്വസിച്ച് സ്ഥാനമേറ്റ് ക്രിസ്തു വഴിയാണ് എല്ലാ രക്ഷയും കിട്ടുന്നത്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. രക്ഷയുണ്ടെന്ന്, യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ പൂർണ്ണ രക്ഷയുണ്ടെന്നാണ് അപ്പസ്തോലന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവര് വിശ്വസിച്ചതും ആദിമസഭ മുഴുവൻ കഷ്ടത അനുഭവിച്ചതും ആദിമസഭയിൽ 1, 2, 3 നൂറ്റാണ്ടുകളിൽ നിങ്ങളിപ്പോ ശ്രേഷ്ഠമായി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൈബിള്, ഇപ്പൊ POC ബൈബിളാണല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആ ബൈബിള് നിങ്ങൾക്ക് തന്നതും ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കി. എന്ത്? അവര് മരിക്കുന്നത് സ്നാനപ്പെടുമ്പോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്നോടുകൂടെ മരിച്ച് എന്നോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ സ്നാനപ്പെട്ടാൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരുവൻ ആ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നവന്റെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെയാണ്. ആത്മാവിന്റെ രക്ഷയെ കുറിച്ചിട്ടാണ് ബൈബിൾ മുഴുവൻ പറയുന്നത്. ഇനി വരുന്നത് രണ്ടാം വരവിൽ ക്രിസ്തു വന്നു, അവനോടുകൂടെ ചേർക്കപ്പെടേണ്ട ഒരു സമൂഹം ഇവിടെ ബാക്കിയുണ്ടാവും. അത് ഈ 2000 വർഷക്കാലം എന്നാണോ കർത്താവിന്റെ രണ്ടാം വരവ്, ആ വരവിന്റെ സമയത്ത് അവൻ ആകാശമേഘങ്ങളിൽ വരുമ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന, അതാണ് കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ അവൻ വരുമ്പോൾ ആ വരുന്ന അവനോടുകൂടെ ചേർക്കപ്പെടുന്ന ഒരു ജനതയുണ്ടാവും. ഓക്കെ, അവനെ കാത്തിരിക്കുന്ന, രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത കൂടി ഉണ്ടാവും. അപ്പൊ പൂർണ്ണ രക്ഷ ക്രിസ്തുവിൽ പൂർണ്ണമാണെന്നുള്ളതാണ് ബൈബിൾ മുഴുവൻ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പസ്തോലന്മാർ അത് വിശ്വസിച്ചവരായിരുന്നു. പൗലോസ് അപ്പസ്തോലനും പത്രോസും എല്ലാവരും അവരത് വിശ്വസിച്ചിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ സമയത്ത് ഇതൊക്കെ പ്രശ്നം എന്താ പറയാ ബ്രദർ, ഈ മലയാളം മാത്രം വായിച്ചിട്ട്, ഈ മലയാളം ബൈബിളിൽ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ വാക്യങ്ങളിലും ഇതിന്റെ ബൈബിൾ എഴുതിയിരിക്കുന്നത് മലയാളത്തിലല്ലല്ലോ. അല്ല, അപ്പൊ എഴുതിയിരിക്കുന്ന മൂലഭാഷയില് ഈ മൂല അർത്ഥത്തിൽ ആദ്യം ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരെ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ ഈ കാര്യത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം തീരും, ഈ പ്രോബ്ലം എല്ലാം തീരും. അപ്പൊ രക്ഷപൂർണമാണ്, ഈ പറയുന്ന മാതാവ് ദൈവമാണെന്നുള്ള മണ്ടത്തരൊക്കെ അവിടെ തീരും. ഓക്കെ, അതിനൊക്കെ ഒരുപാട് വചനങ്ങൾ നേരെ എതിരെ കിടക്കുക ഇപ്പുറത്ത്. അപ്പൊ അതുകൊണ്ട് ബ്രദർ ഒരു കാര്യം ചെയ്യുക, ഇനി വിളിക്കുമ്പോ എനിക്ക് ആ വാക്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് എന്നെ വിളിക്കുക. നമ്മളിപ്പം ഇത് പറഞ്ഞു വരുമ്പോ വേറൊരു വചനത്തിലേക്ക് കടന്നു കഴിയുമ്പോ പിന്നെ ഞാൻ അങ്ങനെയാണെങ്കിൽ മൊത്തം വചനം എഴുതി വെക്കണ്ടേ? ബ്രദർ ഈ പറയുന്ന ഒറ്റ വിഷയം വെച്ചാൽ മതി. എന്നാ എനിക്ക് ലളിതത്തിന്റെ വിഷയം മാത്രം വെച്ചിട്ട് വിളിച്ചോ, അല്ലെങ്കിൽ യേശു ശരീരം ധരിച്ച് വീണ്ടും ഭൂമിയിൽ വരും എന്നുള്ളത് എനിക്ക് വെച്ചോ, അത് വെച്ചിട്ട് മാത്രം വിളിച്ചോ. യേശു ശരീരം ധരിച്ച് വീണ്ടും ഭൂമിയിൽ വരും. ഈ ഭൂമി വരുന്നോണ്ടാണല്ലോ അതിനെനിക്ക് വചനം തന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം നിന്റെ ആഗമനത്തിന്റെ അത് മത്തായി 24 എഴുതിയിട്ടുണ്ടല്ലോ. ശരീരം ധരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. യേശു രണ്ടാമത് വീണ്ടും വരും, വാനമേഘങ്ങളിൽ വരും, ഇടിമിന്നൽ വേഗത്തിൽ, ഒരു കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കണ്ണുമിക്കുന്ന വേഗത്തിൽ അവൻ വരും, ഞാൻ വിശ്വസിക്കുന്നു. തൊട്ട് താഴെ എന്നെ വാനമേഘത്തിൽ കാണുന്ന ഒരു മാറത്തടിച്ച് വിലപിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാ? പിന്നെ ഈ വാനമേഘത്തിൽ കാണുമ്പം എല്ലാവരും രക്ഷപ്പെടാനാണെങ്കിൽ പിന്നെ മാറത്തടിച്ച് വിലപിക്കുമെന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ അതിന്റെ അകത്ത്. അത് വായിച്ചോ, ആ വാക്യം വായിച്ചോ. അതേതാ വചനം പറഞ്ഞു? അല്ല, മത്തായി ഞാൻ ആ വചനം ഓർക്കുന്നു, കൊട്ടേഷൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൊട്ടേഷൻ ഇത് അവിടെയും പറയുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങുമ്പോ ഉണ്ടാകുന്ന പ്രശ്നമാണ് ബ്രദറെ. അതുകൊണ്ടല്ലോ ഞാൻ പറയില്ല, വചനം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇതിപ്പോ മൊത്തം കാണാപ്പാടം വിശ്വസിക്കാൻ പറ്റും. ബ്രദറിനൊക്കെ ഇത് സ്ഥിരമായിട്ട് വായിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ഞാനത് അത്ര ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും? നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കായിരിക്കാൻ സൂക്ഷിച്ചോളൂ. പലരും എന്റെ നാമത്തിൽ വന്ന് ക്രിസ്തു ആണെന്ന് ഏറ്റുപറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കാണും. ജനത്തിനെതിരായി രാജ്യത്തിനെതിരായി നടക്കും. വീറ്റിനോവിന്റെ ആരംഭം മാത്രമാണത്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് ഇത് ഞാൻ ഇവിടെ തന്നെ ചോദിക്കുന്ന ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു കാര്യം തന്നെ ഇങ്ങനെയാണ്, നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും. അവിടെ തന്നെ പറയുന്നു രണ്ടും രണ്ടായിട്ടാണ്. നിന്റെ ആഗമനം ഒരു സമയം, യുഗാന്ത്യം വേറൊരു സമയം അല്ലേ? ഇത് വാനമേഘത്തിൽ വരുന്ന സമയമാണെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ചെന്ന് പറഞ്ഞാൽ പോരെ? അന്ത്യത്തിന്റെ സമയം വാനമേഘങ്ങളിൽ വന്നപ്പോ തന്നെ യുഗ അന്ത്യം വരണം നിങ്ങൾക്ക് നിർബന്ധം? കർത്താവിനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വാനമേഘത്തിൽ വന്ന അപ്പൊ തന്നെ അന്ത്യം വന്നു, യുഗാന്ത്യമായെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. രണ്ടാണെങ്കിൽ ഓക്കെ, രണ്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ, ഇവിടെ ആർക്കും തടസ്സം. ശരീരത്തിൽ വരുന്നുള്ളൊരു തെളിവ് എനിക്ക് തരാൻ പറയുമ്പോ വെറുതെ എന്തിനാ ഈ വളഞ്ഞു പോകുന്നേ?
ശരീരത്തിൽ വരുന്നതിന്റെ തെളിവിലാണ് ഞാൻ പറഞ്ഞ വെളിപാട് പുസ്തകത്തിൽ പരിചിത മറ്റേ ഗർഭം ധരിച്ച സ്ത്രീയെ പറ്റി പറയുന്നത് സൂര്യനെ ഉടയാടയാക്കി സ്ത്രീ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ആ സ്ത്രീ ആരാന്ന് പറയണ്ടേ? അങ്ങനെ ഒരു സ്ത്രീ ഇല്ലെന്നേ, അത് ഇസ്രായേലാണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ ഇത് വളച്ചു കൂട്ടറേ? അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളെ സ്ത്രീ ഇപ്പൊ മരുഭൂമി പോയേക്കാണോന്ന് ചോദിച്ചത്. അപ്പൊ ഇസ്രായേൽ ആണെങ്കിൽ സ്ത്രീ ഇസ്രായേലിനെ സ്ത്രീ എന്നാണോ വിളിച്ചിരിക്കുന്നത്? ഒരുപാട് സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. എത്ര തെളിവ് വേണം? ഈ അവൾ എന്ന് പറയുന്നതിന് വേശ്യാസ്ത്രീ എന്ന് വരെ വിളിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ, അവൾ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം മാതാവാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ജ്ഞാനത്തിൽ കാണുന്ന അവളും സകലതും അവളെന്നൊരു വാക്കുകൊണ്ടതൊക്കെ നിങ്ങൾക്ക് മാതാവ്. അതല്ല ഞാൻ പറഞ്ഞ അവൾ എന്ന് പറഞ്ഞ സഭയെ അവൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേലിനെ അവളെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എത്ര വേണം? വെറുതെ പറയുന്നത് ഇസ്രായേലിന് ദൈവം പല സംഭവത്തിൽ ദൈവജനത്തെ ദൈവം വിളിക്കുന്ന ഇസ്രായേലിന് തന്നെയാ. അപ്പൊ ഇസ്രായേലിനെ അവളെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് ബ്രദർ വായിച്ചു നോക്ക് ബൈബിളില്. എത്രയോ പ്രാവശ്യം ഇസ്രായേലിനെ അവളെന്ന് വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കാണുന്ന അവൾ എന്നുള്ളത് മുഴുവൻ ഇസ്രായേലിനാണോ? അല്ല, അപ്പം വേറെ ഇല്ലേ അവൾ എന്നുള്ളത്? അതാ പറഞ്ഞ ആ വാക്യത്തിന്റെ കോണ്ടസ്റ്റ് വെച്ചിട്ടാ നോക്കട്ടെ. നിങ്ങൾക്ക് അവളെന്ന് കാണുമ്പോൾ അതെല്ലാം മാതാവാണ്, എനിക്ക് അങ്ങനെയല്ല. ആ വാക്യത്തിൽ എന്ത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേലാണെങ്കിൽ ഇസ്രായേല്. അതേ ഞാൻ പറഞ്ഞ വെളിപാട് 12 പറയുന്നത് അവളിന് മാത്രം വേണ്ട. ഈ ലൂക്കയുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് തന്നെയല്ലേ? ഏതില്? പരിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 46 മുതലുള്ളത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം എന്ന് പറഞ്ഞു തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്? പരിശുദ്ധ അമ്മയൊന്നുമില്ല, മാതാവിന്റെ മറിയത്തിന്റെ സ്തോത്രഗീതം അല്ലേ? അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? വായിച്ചോ, അതൊക്കെ നേരത്തെ പറഞ്ഞു തീർത്താണല്ലോ, പിന്നെ അതിലേക്ക് പോകണമെങ്കിൽ പറഞ്ഞു. അവസാന തലമുറയിൽ എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പൊ അവസാന തലമുറയിൽ വരെ കാത്തിരുന്ന എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കാനായിട്ട്? അന്ന് ആദ്യമേ വിളിക്കാത്ത എന്താ? അപ്പോസ്തലന്മാര് വിളിക്കാത്തത് എന്താ? ഭാഗ്യവതിയായിട്ട് കാണാത്ത എന്താ? മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തന്റെ രക്ഷനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവസാന കാലം ഇപ്പോൾ മുതൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? എപ്പോൾ മുതൽ? ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അവസാന കാലം എന്നുള്ള ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന കറക്കി തിരിച്ച് ഈ അവസാന കാലം എന്നുള്ളത് ഇന്നത്തെ എവിടെയാ? ബ്രദറിന്റെ ആശയം എന്തിനാ ഈ വചനത്തിലേക്ക് തള്ളി കയറ്റുന്നത്? ഇന്നത്തെ അവസാന കാലം എന്നല്ലേ? ഇപ്പോൾ മുതൽ, റൈറ്റ് നൗ they will started. എന്നാൽ ഇപ്പോൾ ആരംഭിക്കുന്നത് എപ്പോഴാണ്? അത് അപ്പൊ തന്നെ ആരംഭിച്ചായിരുന്നു. മാതാവ് പറയുന്ന സമയം തുടങ്ങി ആരംഭിച്ചായിരുന്നു. കാരണം യേശുക്രിസ്തുവിന്റെ രക്ഷ അവിടെ വന്നുകൊണ്ടിരിക്കുക. കാരണം യേശു കാൽവരിയിലേക്ക് ക്രൂശിതനായി കഴിഞ്ഞ് പെന്തക്കോസ്ത് നാൾ തുടങ്ങി. എന്നിട്ട് അന്ന് പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചോ? ഇല്ലേ? ആരെങ്കിലും അപ്പോസ്തലന്മാർ ആരെങ്കിലും പ്രകീർത്തിച്ചോ? ആ കാലം തൊട്ട് ഈ കാലം വരെ ആരെങ്കിലും പരിശുദ്ധ അമ്മയെ ഭാഗ്യവതിയായിട്ട് കണ്ടോ? ഇപ്പോഴും പരിശുദ്ധ അമ്മ വെറും മുട്ടത്തോടാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരല്ലേ? ഈ ബ്രദർ അടക്കം ഇപ്പൊ പറയുന്നത് എന്താ? വെറും ഒരു സ്ത്രീയാന്നല്ലേ? അല്ലേ? പ്രകീർത്തിച്ചോ? ബ്രദർ പ്രകീർത്തിച്ചോ? അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. ഇപ്പോഴെന്ന് തുടങ്ങിയത് എപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പം ബ്രദർ പറഞ്ഞു അന്ന് തുടങ്ങിയെന്ന്. അന്ന് തുടങ്ങി ഇത് പ്രകീർത്തിക്കണ്ടെന്ന് ഞാൻ ചോദിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്, ഞാനും വിളിക്കുന്നത് ഭാഗ്യവതി തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. അവൾ ഭാഗ്യവതി എന്ന് ഞാൻ പറഞ്ഞു. വെറും ഒരു സാധാരണ സ്ത്രീയാണ്. ബ്രദർ ദൈവമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സാധാരണ സ്ത്രീയാണ്, അവൾ ഭാഗ്യവതിയാണ്. സാധാരണ സ്ത്രീ ആയതുകൊണ്ടാണ് ഭാഗ്യവതി എന്ന് പറയേണ്ടി വരുന്നേ, അല്ലെങ്കിൽ ദൈവം എന്ന് പറയാം. അപ്പൊ ഈ ലോകത്തുള്ള സകല സ്ത്രീകളും ഭാഗ്യവതികളാണോ? ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും ഭാഗ്യവതികളാ. കാരണം നിങ്ങൾ നേരത്തെ ബ്രദറിന് ഒരു വചനം ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു, ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നവർ ദൈവങ്ങളെന്ന് വിളിച്ചു. നിങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞേ. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സകലരും ഭാഗ്യവതികളാണ്. ആരുടെ അടുക്കലേക്ക് വന്നു? ഈ വചനം സ്വീകരിച്ചത് അമ്മയല്ലേ? അതുകൊണ്ടല്ലേ? അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും ഭാഗ്യവതിയാണെന്ന്. ഭാഗ്യവതിയും ഭാഗ്യവാന്മാരുമാണ്, അതിനകത്ത് മറ്റൊന്നുമില്ല. എന്നിട്ട് സ്വീകരിച്ചെങ്കിൽ ഈ സ്ത്രീകളൊന്നും ദൈവത്തെ ഗർഭം ധരിക്കാത്തത് എന്തുകൊണ്ടാണ്? യേശുവിനെ മറിയത്തെ കുറിച്ച് ഒരു സ്ത്രീ അവിടെ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. നിന്നെ മുലയൂട്ടിയ, നിന്നെ ചുമന്ന ഉദരവും നിന്നെ മുലയൂട്ടിയതും എത്രയോ ഭാഗ്യവതി. അപ്പൊ അവിടെ യേശു തിരിച്ചു പറയുന്നൊരു കാര്യം, എന്റെ വചനം കേട്ടത് പാലിക്കുന്നവരെല്ലാം. അപ്പൊ ഇത് അതിനു മുമ്പ് വേറെ ഒരു കാര്യം കൂടി ചോദിച്ചത്, അവസാന കാലഘട്ടത്തിലാണ് മാതാവിനെ, അവസാന കാലഘട്ടത്തിലാണ്, ഒരു സെക്കൻഡ്, ഈ അവസാന കാലഘട്ടത്തിലാണ് മാതാവിന് ഭാഗ്യവതി എന്ന് പറയുന്നതിന് എനിക്ക് വചനമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഇന്ന് മുതൽ പറഞ്ഞിരിക്കുന്നത്, അന്ന് മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുതൽ വിളിച്ചു.
ഇതിന്റെ അകത്ത് വിളിച്ചിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞ ഞാനപ്പോ സാക്ഷി തന്നതേ വചനം തന്നല്ലോ. എന്നെ വിളിച്ചു ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ എന്തോ അത് ഇത് സകല തലമുറകളും എന്നാ എഴുതി വെച്ചിരിക്കുന്നത്. ഭാഗ്യവതി എന്നാ വിളിക്കുന്നത്. സകല തലമുറകളും ഭാഗ്യവതി എന്നാ വിളിക്കുന്നത്. പ്രകീർത്തിക്കും. അന്നു മുതൽ ഇന്ന് വരെ സകല തലമുറയും പറയുന്നത് ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അത്രേ ഉള്ളൂ. എന്നിട്ട് ആര് പ്രകീർത്തിച്ചു? പറയുന്നു ബൈബിൾ പറയുന്നു. ഞാൻ പറയുന്നത് ഭാഗ്യവതി തന്നെയാണെന്ന്. അത് ദൈവമാണെന്ന് നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? അത് ദൈവമാണെന്ന് ദൈവമാണെന്ന് സാക്ഷിയാണല്ലോ. ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നു അവരെ ദൈവങ്ങൾ അതെല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. മാതാവിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ദൈവവചനം ആരാണ് സ്വീകരിച്ചത്? ദൈവം സ്വീകരിച്ചിരിക്കുന്നത് എംബറിന്റെ വചനമാണ്. അത് സ്വീകാര്യമല്ല. ഞാൻ യേശു ക്രിസ്തുവിന് ജന്മം നൽകാൻ എനിക്ക് കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു വചനം സ്വീകരിച്ച് ആ വചനം മാംസം ധരിക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമാണ് ഭാഷകാരണം. ഞാൻ ഈ ലോകത്തില് എത്രയോ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കൊന്നും എന്തുകൊണ്ട് ഈ വചനം സ്വീകരിച്ചിട്ട് ഈ വചനം തന്നെയല്ലേ അവരുടെ കയ്യിലുള്ളത്. ഈ വചനം സ്വീകരിച്ച് അവർക്ക് എന്തുകൊണ്ട് ജന്മം നൽകാൻ കഴിയും? ക്രിസ്തു ഉണ്ടാവണം. ക്രിസ്തുമാർ ജനിക്കണമല്ലോ. അങ്ങനെയാണല്ലോ ദൈവപുത്രന്മാർ ജനിക്കുന്നത്. അല്ലേ? അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, ദൈവ മക്കൾ ജനിക്കുന്ന വീണ്ടും ജന്മം എങ്ങനെ വീണ്ടും ജന്മം? ഇന്നിപ്പോ ഓരോരുത്തരും ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നു. അതാണ് ദൈവമക്കളുടെ ജന്മം. അതെ, അത് ജനിക്കണമെങ്കിൽ ഈ വചനം വേണ്ടേ? വചനം വഴിയല്ലേ വീണ്ടും ജന്മം സംഭവിക്കുന്നത്. ഇത് തന്നെ ഈ വചനം ഉള്ളിൽ സ്വീകരിച്ച് ക്രിസ്തുവിൽ ജന്മം നൽകണം. അത് ക്രിസ്തുവായി മാറണം. അതുകൊണ്ടാണല്ലോ ഒന്ന് യോഹന്നാൻ 3:1 പറയുന്നിരിക്കുന്നത്, പിതാവ് പറഞ്ഞു തന്നിരിക്കുന്നത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ച് ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണ് താനും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ കാണുമെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പിതാവിനെ പോലെ ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവങ്ങളെ പോലെ ആവണ്ടേ? ഇതൊക്കെ ഏത് കോണ്ടസ്റ്റിലാ പറഞ്ഞേക്കണെന്നുള്ളത് ബ്രദർ ആദ്യം പോയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതാ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യൂ. യേശു ശരീരം ധരിച്ചു വന്നു. ഇനിയിപ്പോ സമയം ഇപ്പൊ എത്രേ? ഇപ്പൊ 1 മണിക്കൂറും 8 മിനിറ്റുമായി. 11 മണിയായി എനിക്ക്. ഓക്കെ. അപ്പൊ യേശു ശരീരം ധരിച്ചു വരുന്നു എന്ന് പറയുന്ന വാക്യം എടുത്തിട്ട് എല്ലാ വാക്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നെ വിളിക്കണേ. ഇതിന്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല ഒരൊറ്റ വചനത്തിൽ. ഇതുവരെ പറഞ്ഞ കാര്യത്തിലൊന്നും വചനത്തിന് എനിക്ക് തെളിവ് തന്നിട്ടില്ല. അപ്പൊ ഇനി ഇത് ഈ ഒരു കാര്യത്തിൽ യേശു ശരീരം ധരിച്ചു, അത് പറഞ്ഞ യേശു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്നത്, യേശു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന കാര്യത്തിന് എങ്കിലും വചനം വെച്ചിട്ട് എനിക്ക് തെളിവ് വന്നിട്ട് കൊണ്ടുവരണം. സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ബ്രദറിന് പൂർണ്ണമായും ദൈവവചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവമായി തീരാൻ കഴിയും. അതാ പറഞ്ഞ അതൊക്കെ ഈ വ്യാഖ്യാന ഫാക്ടറികളൊക്കെ കൊണ്ടുവന്നിട്ട് അത് കയ്യിൽ വെച്ചാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതൊന്ന് കൊണ്ടുവരും എന്തായാലും. ബ്രദർ എന്നെ വിളിക്കുന്നു. യേശു ശരീരം ധരിച്ചു വന്നു, വരുന്ന സമയത്ത് യേശു ശരീരം ധരിച്ചു വന്നു, യേശു ശരീരം ധരിച്ചു വന്നു എന്നുള്ളത് പറഞ്ഞിട്ട് അതിന്റെ വചനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. ആയിക്കോട്ടെ. ശരി. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ.